ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മുതിര. അപ്പോൾ നമുക്ക് മുതിര തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെയധികം ഗുണമുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർക്കാൻ വെക്കാം. ഞാനിത് തലേദിവസം വെക്കുകയാണ്, പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ നമ്മളിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് മുതിര. നമ്മൾ രാവിലെ ഇതിനെ എടുത്ത് ഒന്ന് കഴുകിയിട്ട് നമ്മൾ കുക്കറിലൊന്ന് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേവിച്ചെടുക്കാം നമുക്ക്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, 2-3 വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മുതിരയൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ കുഞ്ഞുള്ളി ഒന്ന് വഴണ്ട് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ 2 ഉണക്കമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുതിര പയർ കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ. ഇപ്പം നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു 2 മിനിറ്റ് കൂടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുതിര തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.